കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ വാലില്ലാപ്പുഴയിൽ ക്വാറിയിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് ഗർഭിണിക്ക് പരിക്ക്. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒലേരി മണ്ണിൽ ഫർബിനയ്ക്കാണ് പരുക്കേറ്റത്. ഫ്രണ്ട്സ് ക്രഷറിൽ നിന്നാണ് കല്ല് പതിച്ചത്. മുൻപ് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പരാതി. പെങ്ങള് ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയാണ്. ഏകദേശം ഒരു 10:10 ഒരു ഫ്രണ്ട്സ് ക്രഷറിന് പാറ പൊട്ടി നേരെ പെങ്ങളെ കൈമക്കൂടെയാണ് കല്ല് വീണത്. ഒരുപാട് പ്രാവശ്യം അരീക്കോട് പോലീസ്, ജിയോളജി, കലക്ട്രേറ്റ്, പൊല്യൂഷൻ, DSP, SP എല്ലാവർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബു ഉണ്ട് കോഴിക്കോട് നിന്ന്. ബെൻസൺ, ഈ ക്വാറിക്ക് അടുത്താണോ ഈ വീടുള്ളത്? ഇത്തരത്തിൽ അപകടം ഇവിടെ പതിവാണോ? അതിന് ഈ പരിക്കേറ്റ ഫർബീനയുടെ വീട് ഈ പറയുന്ന ക്രഷറിന്റെ 50 മീറ്റർ മാത്രം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പലവട്ടം ഇത്തരത്തിൽ ഈ ക്രഷറിൽ കല്ല് പൊട്ടിക്കുമ്പോൾ അത് തെറിച്ചു വീണ സമീപത്തെ വീടുകളിൽ പതിക്കുകയും ആളുകൾക്ക് അപകടമുണ്ടാകുന്നത് തുടർക്കഥയായിരുന്നു. അപ്പോൾ പല ആവർത്തി പഞ്ചായത്ത് അധികൃതർക്ക്, അതുപോലെ തന്നെ ആ സഹോദരന്റെ പ്രതികരണത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്ക്, കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു നിരവധി തവണ. എന്നാൽ ഒരു വട്ടം പോലും കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ ക്രഷറിന്റെ തൊട്ട് സമീപത്തായി 100 മീറ്റർ 50 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളുണ്ട്. ഈ ഫർബീനയുടെ തന്നെ കുടുംബത്തിലുള്ള മറ്റൊരാൾക്കും സമാന രീതിയിൽ ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപ് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നതായി പറയുന്നു. ഈ കല്ല് തെറിച്ച് വീടിന് സമീപത്ത് വന്ന് പതിക്കുകയും അപകടമുണ്ടാകുന്നതായിട്ടും ഈ സഹോദരൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഫർബീന വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ ക്രഷറിൽ കല്ല് പൊട്ടുകയും അത് തെറിച്ച് വന്ന് വീട് ഓട് മേഞ്ഞ വീടാണ്. അപ്പോൾ ഓട് പൊട്ടി ഓടും കല്ലും അടക്കം ഈ ഫർബീനയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. കയ്യിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നത്. ഫർബീന ഗർഭിണിയായിരുന്നു, നിലവിൽ ഗർഭിണിയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേൾക്കുകയും ഈ ഓടടക്കം ദേഹത്തേക്ക് പതിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ബോധം കെട്ട് വീഴുകയുമായിരുന്നു. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിലിപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ആ ഒരു ഭയം ഫർബീനയ്ക്ക് വിട്ടുമാറിയിട്ടില്ല എന്നാണ് സഹോദരൻ പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഈ ക്രഷറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, സമീപപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവന് തന്നെ ഹാനികരമാവുന്ന രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. എന്നിട്ടും കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കണം എന്നതാണ് ഇപ്പോൾ നിലവിൽ ഈ കുടുംബത്തിന്റെ ആവശ്യം. സൂചിപ്പിച്ചതുപോലെ ഫർബീന ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല എങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഭീതി, പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിന്റെ ഒരു ഭീതി അവർക്കുണ്ടായിട്ടുണ്ട്. ഗർഭിണിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചികിത്സയും പരിചരണവും ഇപ്പോൾ അവർക്ക് നൽകി വരികയാണ്. ആതിര, അതുകൊണ്ട് കോഴിക്കോട് വാലില്ലാപ്പുഴയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ ബാബു കോഴിക്കോട് നിന്ന്.